ടെക്നോയുടെ ടെക്നോ സ്പാർക്ക് സ്ലിം എന്നുള്ള പുതിയൊരു സ്മാർട്ട് ഫോൺ അവർ ഇപ്പം ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കോൺസെപ്റ്റ് ഫോണാണ്. ഇപ്പം വേൾഡ് മൊബൈൽ കോൺഗ്രസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിലാണ് ഈ ഒരു ഫോൺ അവർ ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. വളരെ തിന്നായിട്ടുള്ള ഒരു ഫോണാണ് ഇത്. എന്തായാലും ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ സ്പാർക്ക് സ്ലിം എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ഇപ്പം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്ത് ആയിട്ടാണ്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 4500 നിറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വെയിറ്റും തിക്നെസ്സും ഒക്കെയാണ്. ഇപ്പം ഇതിൽ 146 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. ഇപ്പം ഇത്രയും വലിയൊരു സ്ക്രീൻ സൈസും അതുപോലെ തന്നെ 5200 mAh ബാറ്ററി ഒക്കെ ഉണ്ടായിട്ടും ഇതിൻ്റെ വെയിറ്റ് 146 ഗ്രാമേ വരുന്നുള്ളൂ. അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ തിക്നെസ് 5.75 mm മാത്രമേ വരുന്നുള്ളൂ. വളരെ തിന്നായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഇപ്പോൾ ഉള്ളതിൽ തിന്നസ്റ്റ് എന്നൊക്കെ തന്നെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഇത്. അപ്പം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ പ്രോസസ്സർ ഏതാണ് എന്നുള്ള കാര്യമൊന്നും അവർ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു ഒക്ടാ കോർ പ്രോസസ്സർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു കോൺസെപ്റ്റ് ഫോണാണ്. അതുകൊണ്ട് തന്നെ പ്രോസസ്സർ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. ഇനി ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും 50 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5200 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കുറഞ്ഞ വെയിറ്റിലും തിക്നെസ്സിലൊക്കെ ഇത്രയും ബാറ്ററി കപ്പാസിറ്റി ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ പുതിയ ബാറ്ററി ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു ബാറ്ററി കപ്പാസിറ്റി അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. വെയിറ്റും തിക്നെസ്സും വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യോ എന്ന് ചോദിച്ചാൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ ലോഞ്ച് ചെയ്തോളണം എന്നില്ല. ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ഫോണായിട്ട് ഇത് നിലനിൽക്കാനാണ് സാധ്യത. ഇനി ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് പ്രൈസിങ്ങിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്ന് വെച്ചാൽ അത് പ്രോസസ്സറിനനുസരിച്ചിട്ടിരിക്കും. ഇപ്പം ഇതിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന പ്രോസസ്സറാണോ അല്ലെങ്കിൽ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന പ്രോസസ്സറാണോ എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. പിന്നെ ഇതൊരു കോൺസെപ്റ്റ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ആയിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ വരുന്ന ഏതെങ്കിലുമൊക്കെ ഒരു പ്രോസസ്സർ ആയിരിക്കും ഇതിൽ വരിക. അവർക്ക് മെയിനായിട്ട് കാണിക്കേണ്ടത് തിക്നെസ്സും വെയിറ്റും കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ്. എന്തായാലും ടെക്നോയുടെ സ്പാർക്ക് സ്ലിം എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ അവരിപ്പോൾ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും നല്ലൊരു കാര്യമൊക്കെ തന്നെയാണ്. ഭാവിയിൽ നമുക്ക് തിക്നെസ് കുറഞ്ഞ അതുപോലെ തന്നെ നല്ല വെയിറ്റ് കുറഞ്ഞ ഫോണുകളൊക്കെ കൂടുതൽ ലഭിക്കാനൊക്കെ സാധ്യതയുണ്ട്.